അവർക്കും സാദര നമസ്കാരം. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് സാക്ഷാൽ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ്. ഗംഗയ്ക്ക് സദൃശമായിരിക്കുന്ന പുഴയുടെ തീരത്ത്, കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് ഭഗവാന്റെ നിത്യ സാന്നിധ്യം അനാദികാലമായിട്ട് വർദ്ധിക്കുന്നതായ ആ ഒരു സന്ദർഭത്തിലാണ് ഇരിക്കുന്നത്. ആശയിൽ പാതി കൽപ്പാത്തി എന്നാണല്ലോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമിതം പൂർണ്ണമായിരിക്കുന്ന ഭാവമാണ്. ആ ഭാവനയോട് കൂടിയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ കാശിയിലെത്തുന്നതായ അതേ ചേതോവികാരം നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് യജ്ഞമയമായ കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെന്നാണ്. അപ്പോൾ യജ്ഞദാന തപകർമ്മ നത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപകർമ്മ പാവനാനി മനീഷിണാമെന്ന് ഗീതാശാസ്ത്രം നമ്മളോട് പറയും. ഈ ലോകത്തിൽ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് ജനിക്കാനായിട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ളതായ മനുഷ്യജീവികൾ യജ്ഞവും അതുപോലെ തന്നെ ദാനവും തപസ്സും ചെയ്തുകൊണ്ട് പാവനമായ മനോഭാവത്തെ ഉണ്ടാക്കി തീർക്കാനായിക്കൊണ്ട് പരിശ്രമിക്കണം. ആ പരിശ്രമത്തിലൂടെ യജ്ഞമയമായിരിക്കുന്ന ഭാവനയിലൂടെ ഭഗവതാകാരവൃത്തി ഉണ്ടാക്കി തീർക്കുന്നതോട് കൂടിയിട്ടേ ജീവിതം സാർത്ഥകമായിട്ട് തീരുകയുള്ളൂ എന്നതാണ്. ഒരു നദി പ്രവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സമുദ്രത്തിൽ എത്തുന്നിടം വരെ ചർച്ചരനിർദ്ധ ശബ്ദത്തോടു കൂടിയിട്ട് ഒഴുകുന്നത് പോലെ ഓരോ ജീവനും ശരീരമെടുത്തതായ സന്ദർഭം തൊട്ടിട്ട് ആ ഭഗവാനുമായിട്ട് ഈ ലോകത്തിന് അധിഷ്ഠാനമായ ശക്തിയുമായിട്ട് ചേരാൻ വേണ്ടി വികൃതപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാനിലെത്തണമെങ്കിലോ യജ്ഞവും യാഗവും അതുപോലെ തന്നെ തപസ്സും ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകണം. ജീവിതം തന്നെ യജ്ഞമയമാക്കി തീർക്കാനായിട്ട് സാധിക്കണം. അപ്പം ആ ഒരു മഹത്വം ബൃഹത്വമായ സങ്കല്പത്തോടുകൂടി അതിൻ്റെ പ്രചരണവും അതിനുള്ളതായ മാനസികമായ ഐക്യവും പ്രവർത്തനത്തിനുള്ളതായ സാമർഥ്യവും അതുപോലെ സംഭാരങ്ങളുമൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു യജ്ഞം എന്നുള്ള തരത്തിൽ ഈ ഒരു സത്കർമ്മവും ആശാസ്യമായിട്ടുള്ളതാണ്. അതും വേണ്ട തരത്തിൽ നമ്മളെല്ലാവരും ഉൾക്കൊണ്ടിട്ട് അതിൻ്റെതായ തലത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ ലോകശാന്തിയും രോഗശാന്തിയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്കതിൻ്റെ ലേഖനവാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. രോഗശാന്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ശരീരം എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഓരോ വളർച്ചയിലും വികാസത്തിലും പലതരത്തിലുള്ളതായ ക്ലേശങ്ങൾ നമുക്ക് വന്നുപെടാറുണ്ട്. അതുപോലെ തന്നെ സംസാരമെന്ന് പറയുന്നത്, ലോകമെന്ന് പറയുന്നതും വാസ്തവത്തിൽ ഒരു രോഗത്തിന് സദൃശമായിട്ട് നമ്മളെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനെ രണ്ടിനെയും തരണം ചെയ്യാനായിട്ട് ഓരോ വ്യക്തിക്കും കഴിയണമെന്നുള്ള മഹത്തായ സങ്കല്പം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലോകശാന്തി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെതായ സംയുക്തമായ ചിന്താപദ്ധതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അനർത്ഥജടിലമായ സാഹചര്യത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം ആ ഒരു അനർത്ഥജടിലമായ ഭാവത്തിൽ നിന്നും ലോകം സമുദ്രമായിട്ട് തീരണമെങ്കിൽ ഈശ്വരാകാരവൃത്തി ലോകത്തിനുണ്ടാകാൻ കഴിയണം. ആ തരത്തിൽ മനസ്സിനെ നമുക്ക് ഈശ്വരാഭിമുഖമാക്കി തീർക്കാനും സാധിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാവാണെന്നാണ് പറയുന്നത്. ശുദ്ധസങ്കല്പത്തോടുകൂടി മന്ത്രബദ്ധമായിട്ട് ഔഷധങ്ങളും മറ്റും നിറഞ്ഞതായ പദാർത്ഥങ്ങൾ അഗ്നിയിൽ ഹോമിക്കുന്നതോടുകൂടി ആ ഹോമദ്രവ്യം ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണേ എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് ആ യജ്ഞം ചെയ്യുന്നതോടുകൂടി ഭഗവാന്റെ ആ സങ്കല്പത്തെ വേണ്ട തരത്തിൽ ലോകത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അഖണ്ഡാകാര വൃത്തി ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കും. മാനസികമായ ഐക്യമുണ്ടാക്കി തീർക്കാനും ലോകത്തിന് ആധാരശക്തിയായ ഭഗവാനെ ആശ്രയിക്കുന്ന ചേതോവികാരം ലോകത്തിനുണ്ടാക്കി തീർക്കാനും യജ്ഞത്തിലൂടെ നടക്കും. അതുപോലെ വ്യക്തിഗതമായിട്ടും പൂർണ്ണമായ വികാസവും സംശുദ്ധമായ അന്തരീക്ഷത്തോടുകൂടി മാനസിക ഭാവത്തോടുകൂടി യജ്ഞത്തിൽ പങ്കെടുക്കുന്നതോടുകൂടിയിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും. അതിനുള്ള ആ സങ്കല്പവും പ്രവർത്തനവുമാണ് വാസ്തവത്തിൽ മോഹൻദാസ് ജിയുടെയും സംഘത്തിൻ്റെയും പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക. അതിനെ വേണ്ട തരത്തിൽ ശ്ലാഘിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ഈ കാര്യം മംഗളമായിട്ട് തീരാൻ പരമേശ്വരൻ്റെയും ഭഗതന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. അന്ന് ഗുരുപരമ്പരയുടെ ആ അനുഗ്രഹം നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ആ മനോഭാവത്തെ വളർത്താൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, ഹരി ഓം.